ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷകൃഷ്ണൈവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. ഹരി ഓം. വീണ്ടും ആത്മജ്യോതി എന്ന ചാനലിൽ നമ്മുടെ ആ സ്വരൂപത്തെ എങ്ങനെ ദർശിക്കാമെന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ ഭാഗവത പുരാണത്തിലെ കഥകൾ, ഭഗവാന്റെ കഥകളാണ്, ഭഗവത് ചരിതങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്ന് ഭക്തിദേവിയുടെ ഭക്തിയെ ദേവിയായി സങ്കല്പിച്ച് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഭക്തിദേവിയുടെ പുത്രന്മാരായി സങ്കല്പിച്ചുകൊണ്ടുള്ള കഥ പറയാം. അപ്പോൾ നാരദ മഹർഷി ഭൂമിയിലേക്കെത്തി. ഭൂലോകം ഉത്തമമാണെന്ന് കരുതിയാണ് അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയത്. പക്ഷേ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഹൃദയഭേദകമായിരുന്നു. എന്തൊക്കെയാണ്? അദ്ദേഹം അവിടെ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചു. പ്രയാഗ, കാശി, പുഷ്കരം, ഹരിദ്വാരം, കുരുക്ഷേത്രം, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ. പക്ഷേ അവിടെ എങ്ങും തന്നെ അദ്ദേഹത്തിന് മനഃശാന്തി കണ്ടില്ല. സത്യം, തപസ്, ശൗചം, ദയ, ദാനം, നോക്കണം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും, മനുഷ്യകുലത്തിന് തന്നെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ്. ഇതെങ്ങും എവിടെയും കണ്ടു കിട്ടിയില്ല. എല്ലാവരും കളവ് പറയുന്നു, അന്നത്തെ വിൽക്കുന്നു, ലോഭം മൂലം കന്യകമാരെ വിൽക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാർ കലഹിക്കുന്നു, ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ദുഷ്ടന്മാർ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കലിയാകുന്ന കാട്ടുതീ എല്ലായിടത്തും, ഭൂലോകത്തിൽ എല്ലായിടത്തും ബാധിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ സാഹചര്യം എടുത്തിട്ട് ഒന്ന് നോക്കണം, ഭൂമിയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ആരോടാണ് ഇത് പറയുന്നതെന്നറിയാമോ? സനകാദി മുനീന്ദ്രന്മാർ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവർ 4 പേരാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷിയുടെ മുഖം, അദ്ദേഹത്തെ കാണുമ്പോൾ ബദരികാശ്രമത്തിൽ വെച്ച് നാരദ മഹർഷിയെ സനകാദി മുനീന്ദ്രന്മാർ ദർശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ദുഃഖകരമായിട്ട് ഇരിക്കുന്നു. വളരെയധികം വിഷമം നിറഞ്ഞ അവസ്ഥയിലിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് മുനെ അങ്ങയുടെ മുഖം ഇങ്ങനെ? എപ്പോഴും പ്രസന്നവാനായിരിക്കുന്ന ആളാണ് നാരദമുനി. അദ്ദേഹത്തിൻ്റെ ആ വീണയൊക്കെ മീട്ടി എല്ലാ ലോകങ്ങളിലും ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഭൂമിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് എവിടെ എത്തി? ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ ആടിയിട്ടുള്ള ആ ഒരു യമുനാ തടത്തിൽ വന്നു. അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു യുവതി ബാല അവിടെ അടുത്ത 2 വൃദ്ധരായ മക്കളെയും കൂട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ബാലയെ വളരെയധികം വിഷമിക്കുന്നു. 100ഓളം സ്ത്രീകൾ അവരെ പരിചരിക്കുന്നുണ്ട്. അപ്പം നാരദ മഹർഷി അവരെ കണ്ടതും അടുത്തോട്ട് ചെന്നു. ഈ 2 വൃദ്ധന്മാരായവർ ജീവനില്ലാത്തതുപോലെ, ചേതനയില്ലാത്തതുപോലെ കിടക്കുകയാണ്. അപ്പോൾ അടുത്തോട്ട് ചെന്നിട്ട് ചോദിച്ചു. ചെന്നപ്പോൾ തന്നെ ബാല പറഞ്ഞു, അങ്ങ് അല്പനേരം നിൽക്കണേ, അങ്ങയുടെ ഒരു സാമീപ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങയുടെ ദർശനം കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. അങ്ങയുടെ സാമീപ്യമുണ്ടെങ്കിൽ ആരുടെയും ദുഃഖം ശമിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പം ബാല സ്വന്തം കഥ പറയുകയാണ്. എൻ്റെ പേര് ഭക്തിയാണ്. ഈ കിടക്കുന്ന 2 പേർ ജ്ഞാനവും വൈരാഗ്യവുമാണ്. കാലയോഗം കൊണ്ട് ഇവർക്ക് വാർദ്ധക്യം വന്നു. എന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഗംഗ തുടങ്ങിയ നദികളാണ്. ഇവർ എന്നെ സേവിക്കാൻ വേണ്ടി വന്നെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഭക്തിദേവി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണ്, വളർന്നത് കർണാടകത്തിലാണ്. മഹാരാഷ്ട്രയിൽ വന്നപ്പോഴേക്കും കുറേശ്ശെയായിട്ട് ക്ഷയിച്ചു. ഗുർജര ദേശത്ത് വന്നപ്പോൾ ശരിക്കും ജീർണിച്ചവളായി. അവിടെ വെച്ചിട്ട് പാഖണ്ഡന്മാർ എന്നെ കലിയുടെ പ്രേരണ കൊണ്ട് ഉപദ്രവിച്ചു. അവിടെ കുറച്ചു കാലം ഞാൻ കഴിച്ചുകൂട്ടി. അതിനുശേഷം വൃന്ദാവനത്തിൽ വന്നപ്പോൾ നോക്കണേ, ഇതൊരു റെപ്രസെൻറ്റേഷനാണ്. ഭക്തിദേവിയുടെ നില മെച്ചപ്പെട്ടു, സുന്ദരി യുവതിയുമായി. പക്ഷേ ഇവിടെ കിടക്കുന്ന പുത്രന്മാർക്ക് യാതൊരു മാറ്റവുമില്ലാതായി. അപ്പം നാരദ മഹർഷി പറഞ്ഞു, സാരമില്ല, ഭവതി ദുഃഖിക്കേണ്ട, അങ്ങയുടെ ദുഃഖം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പം അതിനിടയ്ക്ക് സൂതൻ പറഞ്ഞു, അല്പനേരം ധ്യാന നിമഗ്നനായിട്ടിരുന്നിട്ട് ഈ ഭക്തിദേവിയുടെ കാര്യം എന്താണ് ദുഃഖം എന്നുള്ളത് അദ്ദേഹം ഗണിച്ചെടുത്തു. അപ്പോൾ ഇവിടെ കലിയുഗമായതുകൊണ്ട് എല്ലാവർക്കും സദാചാര ബോധം നശിക്കുകയും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും തീർത്തും നാശം സംഭവിച്ചിരിക്കുകയും ചെയ്യുകയാണെന്നാണ് ഇത് പറഞ്ഞത്. ഇടയ്ക്ക് ഭക്തിദേവി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പരീക്ഷിത് രാജാവ് കലിയെ വധിക്കാതെ വിട്ടത്, എന്തുകൊണ്ടാണ്? അപ്പോൾ പറഞ്ഞു, ഇത് കലിയുഗമാണ്,
ഇവിടെ എളുപ്പത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ എല്ലാവർക്കും മോക്ഷം കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി പറയുകയാണ് എന്താണ്, ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ഭക്തിദേവി അല്ലയോ, അങ്ങ് ഭഗവാൻ ഹരിയുടെ പാദങ്ങളെ സേവിക്കൂ, ഇതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടും എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ജ്ഞാനമേ ഉണരൂ വൈരാഗ്യമേ ഉണരൂ പറഞ്ഞിട്ട് ചെവിയിൽ വേദമന്ത്രങ്ങൾ ജപിച്ചു, വേദാന്ത വാക്യങ്ങൾ ഉരുവിട്ടു, ഗീത ചൊല്ലി. ഇപ്പം പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ബോധം ഒരുവിധം ഒന്ന് തെളിഞ്ഞു വന്നു. അവരിങ്ങനെ കണ്ണുകളൊക്കെ തുറന്ന് നാലുപാടത്തൊക്കെ നോക്കി, പക്ഷേ ആലസ്യത്തോടുകൂടി കോട്ടുമായിട്ടു. ഇപ്പം തീർത്തും അത് ശരിയായില്ല. അപ്പം ഇതിനൊരു വഴി കാണാതെ നാരദമുനി ഭഗവാനെ ഓർത്തു സ്മരിച്ചു. അപ്പോൾ ഒരു അശരീരി, ശരീരമില്ലാത്തതാണ് അശരീരി. അല്ലയോ മഹാമുനി, അവിടുന്ന് ദുഃഖിക്കേണ്ട, അങ്ങയുടെ പരിശ്രമം സഫലമായി തീരും. ദേവർഷിയായി അങ്ങൊരു സൽക്കർമ്മം ചെയ്യണം. അതെന്താണെന്ന് സജ്ജന ശ്രേഷ്ഠന്മാരാണ് പറഞ്ഞു തരിക. ആ സൽക്കർമ്മം ചെയ്യുന്നതോടുകൂടി ഇവരുടെ ഈ ഉറക്കവും വാർദ്ധക്യവും ഒക്കെ നശിക്കും, യൗവനം വന്നു ചേരും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ആ കർമ്മം അന്വേഷിച്ച് നടന്ന് ഋഷിമാരോടൊക്കെ ചോദിച്ചിട്ടും ആരും ഒന്നും പറയാൻ തയ്യാറായില്ല. യോഗീന്ദ്രനായ നാരദൻ അറിയാത്തത് മറ്റാർക്കാണ് അറിയാൻ കഴിയുക? അതാണ് ഋഷിമാർ ചോദിച്ചത്. അദ്ദേഹം എവിടെ എത്തി? ബദരി ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ ആര് വന്നു? ഈ സനകാദി മുനീന്ദ്രന്മാർ വന്നു. അപ്പോൾ അവർ ചുരുക്കി പറഞ്ഞാൽ അവർ പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായം ഇതൊക്കെ കർമ്മകാണ്ഡത്തിൽ വരുന്നതാണ്. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ജ്ഞാനയജ്ഞമാണ്. അപ്പം ശ്രീമദ് ഭാഗവത ആലാപനമാകുന്ന ഉത്തമമായ ജ്ഞാനയജ്ഞം ശ്രീശുകാദികളാൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ശ്രവണം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ശക്തിയും തിരികെ ലഭിക്കും. ഭാഗവതത്തിൻ്റെ ശബ്ദം കേട്ട കലിദോഷങ്ങളെല്ലാം സിംഹഗർജനം കേട്ട ചെന്നായ്ക്കളെപ്പോലെ ഭയന്ന് ഓടിപ്പോകും. ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ആ പ്രേമസ്വരൂപിണിയായ ഭക്തി സർവരെയും രസിപ്പിച്ചുകൊണ്ട് ഗൃഹം തോറും എന്നല്ല ഓരോരുത്തരിലും വസിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഭാഗവത സപ്താഹത്തിനുള്ള കളം ഒരുങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ഇവർ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ സനകാദി മുനീന്ദ്രന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പറയുകയാണ് ഭക്തി ജ്ഞാനം, ആ കുമാരന്മാർ പറയുകയാണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നിവയുടെ പ്രകാശനത്തിനായി നിർമ്മിതവും വേദസംഹിതവുമാണ് ഭാഗവതം എന്ന ഈ പുരാണം. വേദോപനിഷത്തുക്കളുടെ സാരത്തിൽ നിന്നാണ് ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗീതാകർത്താവായിട്ടുള്ള ഈ വേദവ്യാസം മഹർഷി നമ്മളെയെല്ലാം അജ്ഞാനാന്ധകാരത്തിൽ നിന്ന് കരകയറ്റുവാനും അദ്ദേഹം തന്നെ അതിൽ കരകയറാതെ കഴിയാതെ ഇരുന്നപ്പോഴത്തേക്കും ചതുശ്ലോകി ഭാഗവത സഹിതം ഭാഗവത തത്വത്തെ വ്യാസമുനിക്ക് ഉപദേശിക്കാനുണ്ടായത്. അതിൻ്റെ ശ്രവണം കൊണ്ടാണ് എന്തായത്, ഭഗവാൻ വ്യാസൻ ദുഃഖത്തിൽ നിന്ന് മുക്തനായി തീർന്നത്. അപ്പോൾ എന്നിട്ട് അതിനുള്ള വഴിയാണ് ഇനി ചെയ്യുന്നത്. ആ ഭക്തിദേവിയുടെ കഷ്ടനിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇത്. ഭാഗവത മാഹാത്മ്യത്തിലെ തൃതീയ അധ്യായം, 3-ാമത്തെ അധ്യായമാണ്. അപ്പം ഇനി എന്താ ചെയ്യുന്നത്? ഇവർ ഹരിദ്വാരത്തിൽ വെച്ചിട്ട് സപ്താഹം, ഭാഗവത സപ്താഹം നടത്താൻ പുറപ്പെട്ടു. അപ്പം അവിടെ എത്തുമ്പോഴേക്കും തന്നെ ഇവരവിടെ സനകാദി മുനീന്ദ്രന്മാരും നാരദ മഹർഷിയും അവിടെ എത്തുമ്പോൾ തന്നെ ഭാഗവത കഥാശ്രവണത്തിനുള്ളവരുടെ വരവ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആരൊക്കെ വന്നു? മനുഷ്യർ, ദേവന്മാർ, ബ്രഹ്മലോകവാസികളെല്ലാം അവിടെ എത്തിച്ചേർന്നു. എല്ലാവരും ഭാഗവത കഥാശ്രവണത്തിൽ ഇങ്ങനെ ആസക്തരായിട്ട് കോലാഹലത്തോടെ ഓടി വന്നു. എല്ലാവരും വന്നു. വേദം, വേദാന്തം, വേദാംഗങ്ങൾ, ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം ഇവയാണ് വേദാംഗങ്ങൾ. ഇപ്പം ഭാഗവതം ഒഴിച്ചുള്ള 17 പുരാണങ്ങൾ മൂർത്തിരൂപം ധരിച്ചുകൊണ്ട് അവിടെ വന്നു. ഗംഗ തുടങ്ങിയ നദികൾ വന്നു. പിന്നെന്താണ്, നാഗന്മാർ, ദേവന്മാർ, ഗന്ധർവന്മാർ, ദാനവർ എല്ലാവരും വന്നു. ക്ഷണിച്ചില്ല എന്ന് കരുതി വരാതിരുന്നവരെ ഭൃഗുമഹർഷി ക്ഷണിച്ചു കൊണ്ടുവന്നു. വിശിഷ്ട ആസനത്തിൽ സനകാദി മുനീന്ദ്രന്മാർ വന്നു. മുന്നിൽ തന്നെ നാരദ മഹർഷി ഇരുന്നു. ഏറ്റവും മുന്നിലായിട്ട് യഥാക്രമം വൈഷ്ണവർ, വിരക്തർ, സന്യാസിമാർ, ബ്രഹ്മചാരിമാർ തുടങ്ങിയവരെല്ലാം ഇരുന്നു. ഇനി വേദോപനിഷത്തുകൾ പോലും ആ ഒരു രൂപമെടുത്തിട്ട് അവിടെ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്നുള്ളത് കുമാരന്മാർ, സനകാദി മുനീന്ദ്രന്മാർ നാരദനോട് പറഞ്ഞു. ഇതിൻ്റെ വീണ്ടും കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇത് ശ്രവിച്ചിട്ട് എന്താ ഉണ്ടായതെന്നറിയാമോ? ഈ
ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സൂതൻ പറയുകയാണ്, ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങളെല്ലാം നിർവഹിച്ചു സ്വധാമത്തെ പ്രാപിക്കാൻ ഒരുങ്ങി നിന്നപ്പോൾ ആ സമയത്ത് ഭഗവാൻ ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉദ്ധവ ഉപദേശം വരുന്നുണ്ട്, ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഉദ്ധവർ ചോദിച്ചു, ഭഗവാൻ അവിടുന്ന് ഭക്തന്മാരുടെ കാര്യമെല്ലാം നിർവഹിച്ച് തിരിച്ചു പോവുകയാണ്, ഘോരമായ കലിയുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ്. നിർഗുണ ഉപാസന, നിരാകാര ഉപാസന ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ തേജസ് മുഴുവൻ എവിടെ ലയിപ്പിച്ചു എന്നാണ്, ഭാഗവതത്തിൽ ലയിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ പാരായണം, ഭാഗവതത്തിൻ്റെ പാരായണവും ശ്രവണവും കൊണ്ട് സർവ്വവിധത്തിലുള്ള കാമക്രോധാദികളും ജയിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതോടുകൂടി ഇത് പറഞ്ഞു തുടങ്ങി. അവിടെ എന്തുണ്ടായി, ഭക്തിദേവി അവിടെ ഭാഗവത സപ്താഹ ആ ശ്രവണത്തിൻ്റെ സ്ഥലത്തേക്ക് വന്നു. പൂർവ്വരൂപം നല്ല പൂർണ്ണ സ്വസ്ഥമായ സ്വരൂപത്തിലേക്ക് വന്നു. ജ്ഞാനവും വൈരാഗ്യവും സ്വസ്ഥമായി പൂർണ്ണ സ്വരൂപത്തിലേക്ക് വന്നു. അവർ യൗവനത്തെ പ്രാപിച്ചു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ജ്ഞാനനിഷ്ഠരാണെങ്കിലും പുസ്തകങ്ങൾ പഠിച്ചാലും നമുക്ക് ഭക്തിയില്ലാതെ ഇതൊന്നും നടക്കില്ല.